നമ്മുടെ അവൻ അനങ്ങാതെ ഇരുന്നിട്ടേ കുറച്ച് ദിവസമായി. എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പിസ്സ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച്. ചീസൊന്നും ചേർക്കാത്തൊരു പിസ്സ ഉണ്ടാക്കുന്നത് കേട്ടോ. 1 ഗ്ലാസ് പാല്, അതിൻ്റെ അകത്തോട്ട് ഈ കാണിച്ചിരിക്കുന്ന സ്പൂണിൻ്റെ അകത്തൊരു 1.5 സ്പൂണ് ഈസ്റ്റ്, പിന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാര. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു പാത്രം വെച്ച് അടച്ചങ്ങ് വെച്ചേക്കാം. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന്, 20 മിനിറ്റ് ഒന്നും എടുക്കുകയില്ല, ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് നല്ലതായിട്ട് ഈസ്റ്റ് പൊങ്ങി വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ല കുഴയ്ക്കാൻ പറ്റിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കാണിച്ചേക്കുന്ന തവിക്കകത്തൊരു 2-3 നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മൈദ എടുക്കാം. അതിനുശേഷം നമ്മൾ പുളിപ്പിച്ച് വെച്ചേക്കുന്ന ആ ഈസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് തേച്ച് കുറച്ച് എണ്ണയും തിരുമ്മി അടച്ച് വെക്കാം. ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കാം. അതിന് 2 തക്കാളി, 2-3 വെളുത്തുള്ളി കീറിയെടുത്തത്, പിന്നെ ഒരു സവോള, അതും കൂടി ഇട്ട് നല്ലപോലെ ഒരു 2-3 വിസിലെടുക്കുക. അത് കഴിയുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. അത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതും കൂടി ഒരു പാനിൻ്റെ അകത്തോട്ടിട്ട് നല്ലപോലെ വെള്ളം പറ്റുന്നിടം വരെ ഇടുക. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് യൂസ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ സോസ്, ഒരു സ്പൂൺ പഞ്ചസാര, ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ സോസ് റെഡിയായി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ബട്ടർ മതിയെ. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയ തവിക്കകത്തോട്ട് മൈദ ഇട്ട് അതുകൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ പരുവത്തിലാകുമ്പോൾ കുറച്ച് പാലെടുത്തൊഴിക്കാം. അങ്ങനെ സോസ് റെഡിയായി നമ്മുടെ. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ പിസ്സ അലങ്കരിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ഉള്ള പോലെ എടുക്കാം. പിന്നെ അവൻ ചൂടാകാൻ വെച്ച് നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അത് പിസ്സ പാത്രത്തിൻ്റെ അകത്തോട്ട് തേച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ സോസ് എല്ലാം തേക്കുക. ആദ്യമേ ടൊമാറ്റോ സോസ് തേച്ചു. അതിനുശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന വൈറ്റ് സോസില്ല അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം കേട്ടോ. അതൊക്കെ ഇട്ട് ഏതെങ്കിലും ഷേപ്പിൽ അരിഞ്ഞാൽ മതി. പിന്നെ ഒരിത്തിരി ചിക്കൻ പാതി വേവിച്ച് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി തിരുമ്മി വേവിച്ചതാണ്. പിന്നെ പ്രീ ഹീറ്റ് ചെയ്ത അവൻ്റെ അകത്തോട്ട് നമ്മൾ ഏറ്റി വെച്ച് ഒരു 20 മിനിറ്റ് എന്നിടത്തേന് പിസ്സ റെഡിയായി. നമ്മുടെ ടെസ്റ്റർ കഴിച്ച് നോക്കിയിട്ട് ഇപ്പം പറയും എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.